ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അടുത്ത റൂം ഒന്ന് ഓർഗനൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് തലേദിവസം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ പൊടിയൊക്കെ രാധാകൃഷ്ണൻ ക്ലീൻ ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷമാണ് ഇവിടുത്തെ വാർഡ്രോബ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യാനായിട്ട് വന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ബെഡ്ഷീറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ഇത് ഇങ്ങനെ നമ്മൾ ഹോൾ വീഡിയോ ആയിട്ട് കാണിക്കാനായിട്ടാവുമ്പോഴത്തേക്ക് സമയം ഒരുപാടായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാനിത് കുറച്ച് ടൈം ലാപ്സിലൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സമയവും ഒരുപാട് വീഡിയോ ലെങ്തായിട്ട് തോന്നുകയില്ല, നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ അലമാരയ്ക്കകത്താണ് എൻ്റെ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് എൻ്റെ വലിയ വലിയ ബ്ലാങ്കറ്റ്സ് ആണ്. അപ്പോൾ എ സി ഒക്കെ ഇടുന്ന സമയത്തൊക്കെ അല്ലാത്ത സമയത്തും ഞാൻ ഇങ്ങനത്തെ ബ്ലാങ്കറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. എപ്പോഴും ഇത് അറേഞ്ച് ചെയ്ത് തന്നെയാണ് വെക്കുന്നത്. പക്ഷേ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ചില സമയത്ത് എപ്പോഴും നമ്മളിങ്ങനെ സാധനങ്ങൾ എടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോകാറുണ്ടല്ലോ. അങ്ങനെ അതൊക്കെ അപ്പോൾ ഇതിലും കുറേ ബെഡ്ഷീറ്റ്സൊക്കെ എനിക്ക് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബെഡ്ഷീറ്റ്സൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എൻ്റെ സ്കെയിൽസാണ് അത് അതിൽ വെച്ചു. പിന്നീട് ഞാനതെടുത്ത് മാറ്റി കേട്ടോ. പിന്നെ ഇപ്പുറത്ത് ടവൽസും പില്ലോ കവേഴ്സും ഒക്കെ ഇരിക്കുന്ന ആ ഒരു സെക്ഷനാണ്. അപ്പോൾ അതും ഈ വൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പൊടി പെട്ടെന്ന് പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടച്ചിട്ടുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പൊടി ഉണ്ടാവും. അപ്പോൾ ആ പൊടിയൊക്കെ നന്നായിട്ട് തുടച്ച് കളഞ്ഞിട്ടാണ് ഇതിൻ്റെ അകത്ത് പിന്നെയും ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. അപ്പോൾ വെച്ചത് ദീപ്തിയുടെയൊക്കെ ആൽബം ആയിരുന്നു, കല്യാണ ആൽബം. അതും വെച്ചു. പിന്നെ ഒരു ബെഡ് കവർ ഉണ്ടായിരുന്നു, അതും വെച്ചതിന് ശേഷം ഈ പില്ലോ കവേഴ്സ് ഞാൻ എനിക്ക് വൈറ്റാണ് കേട്ടോ പില്ലോ കവേഴ്സ് ഇഷ്ടം. പിന്നെ നമ്മൾ ഈ ബെഡ്ഷീറ്റ്സ് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന പില്ലോ കവേഴ്സും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കളറുള്ളതെല്ലാം സെപ്പറേറ്റും വൈറ്റ് സെപ്പറേറ്റുമായിട്ട് മാറ്റി വെച്ചു. പിന്നെ ഈ നമ്മുടെ ഷോളുണ്ടല്ലോ, അങ്ങനെയുള്ള ഷോളും സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലും അതേ കുറേ എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കാർഡ് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ പില്ലോ കവേഴ്സും ടവൽസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റി ടവൽസൊക്കെ റെഡിയാക്കി വെച്ചു. ഇപ്പുറത്ത് ഉള്ള ഈ വാർഡ്രോബിലാണ് ഈ കവേഴ്സും പിന്നെ നമ്മുടെ ഈ ട്രാവലിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറേ പൗച്ചസും കാര്യങ്ങളൊക്കെ അതൊക്കെ കൂടെ ഓരോ പാക്കറ്റിലാക്കി സാരി ബാഗിലൊക്കെ ആക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അതിലും അതേ ഒരുപാട് കവേഴ്സൊക്കെ നമ്മൾ ഈ തുണികളൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഈ പേപ്പർ കവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവന്ന് വെറുതെ സൂക്ഷിച്ച് വയ്ക്കും, ഒരു കാര്യമില്ല. എന്നിരുന്നാലും കളയാൻ മടിച്ചിട്ട് ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കും. അവസാനം ഇതൊക്കെ കൂടെ അങ്ങ് ഒരുപാട് മെസ്സി ആയി കഴിയുമ്പോഴത്തേൽ ഇതൊക്കെ എടുത്ത് ഡിസ്കാർഡ് ചെയ്യാറാണ് കേട്ടോ പതിവ്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അവിടെയൊക്കെ ക്ലീൻ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ 2 വാർഡ്രോബിലായിട്ടാണ്, ഇത് ദീപ്തിയുടെ റൂമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ദീപ്തിയും ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി ഈ കബോർഡ്സ് ഇപ്പോൾ ആയതിനു ശേഷം കുറേ സാധനങ്ങളൊന്നും ഒന്നിലും വെക്കാനില്ല, വെറുതെ കിടക്കുന്നതാണ്. അപ്പോൾ എല്ലാം കൂടെ ഞാൻ ഉള്ള സ്പേസിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒരു സ്പേസ് ഫ്രീ ആക്കി വിട്ടു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് എല്ലാം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചു. അപ്പോൾ ഇത് കുറേ എൻ്റെ ഈ സ്കാനിങ് റിപ്പോർട്ട്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടി അവിടെ വെച്ചു. പിന്നെ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അതിനുശേഷം അവിടെ നിന്നും കുറേ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഒരുപാട് വേസ്റ്റ് പേപ്പറും ഇങ്ങനെ എന്താ പറയുന്നത് പേപ്പേഴ്സും അങ്ങനെ കുറേ ചവറും പൊടിയും ഒക്കെ കൂടെ ഒരുപാടുണ്ടായിരുന്നു. തലേദിവസം രാധാകൃഷ്ണൻ തുടച്ചിട്ടിട്ട് പോയതാണ്, പക്ഷേ അതിൽ കാര്യമില്ല. ഇന്ന് ഞാൻ വൃത്തിയാക്കിയപ്പോഴത്തേൽ പിന്നെ അവിടെ മുഴുവൻ അതെല്ലാം വീണു. അതെല്ലാം ഞാൻ ഒന്ന് അടിച്ചു വാരി ക്ലീനാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റ് പിന്നെ മാറ്റേണ്ട കാര്യമില്ല, കാരണം തലേദിവസം ഞാൻ പുതിയത് വിരിച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ പുറത്തുള്ള പൊടി, ഇപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വേറെ എടുത്ത് വെച്ചല്ലോ, ആ പൊടിയൊക്കെ കൂടെ ഞാൻ തട്ടി വൃത്തിയാക്കി ഇപ്പോൾ റൂം ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇപ്പം ഞാൻ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു ഈ വാർഡ്രോബിൻ്റെ അവസ്ഥ ഇപ്പം ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ കാണാനാണ് കേട്ടോ എനിക്ക് എപ്പോഴും ഇഷ്ടം. അല്ലാതെ ഇങ്ങനെ ഇതായിട്ട് ഇപ്പം മെഷീൻ്റെ അവിടെയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തു. ഈ വാർഡ്രോബും എല്ലാം ശരിയാക്കി എടുത്തു. അപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. ഇനി എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ടും കുറേ ഈ
അതിൻ്റെ പേരെന്തുവാ സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ റൂം ഈ ഒരു കണ്ടീഷനിലായി. ഇങ്ങനെ എപ്പോഴും റൂം കിടക്കുന്നതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് മനസ്സിന് ഭയങ്കര സമാധാനമാണ് കേട്ടോ ഇങ്ങനെ റൂം കാണുമ്പോൾ തന്നെ. കാരണം ഫുൾ ടൈം വീട്ടിലിരിക്കുന്നതല്ലേ, അപ്പോൾ എനിക്ക് എപ്പോഴും റൂംസൊക്കെ നല്ല നീറ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതിനുശേഷം ഞാൻ ഉച്ചത്തേക്കുള്ള കറി ഉണ്ടാക്കാൻ പോയി. ഇന്ന് അധികം കറിയൊന്നും വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കാരണം കപ്പ ബിരിയാണി ഇരിപ്പുണ്ട്. ഒരു തോരൻ മാത്രമേ വെക്കാനുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ തോരൻ വെക്കാനായിട്ട് വന്നു കേട്ടോ. തോരൻ വെക്കാനായിട്ട് ഇന്ന് ബീട്രൂട്ടും അധികം പച്ചക്കറി ഉണ്ടായിരുന്നില്ല, ആകെ ഒരു ബീട്രൂട്ടും 2 ക്യാരറ്റും മാത്രമാണ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ തോരൻ വെക്കുകയാണ്. അപ്പോൾ ഇത് ഒരു ദിവസം വീട്ടിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. അല്ലാണ്ട് ഈ തോരനൊക്കെ ഇത് ഒക്കെ എല്ലാവരും വെക്കുന്നതാണ്. അപ്പോൾ കടുക് പൊട്ടിച്ചതിന് ശേഷം ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും കൂടെ ഈ ചെറിയ ചോപ്പറിൽ ചോപ്പ് ചെയ്യാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അത് ചോപ്പ് ചെയ്തിട്ട് ഇതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ബീട്രൂട്ടും ക്യാരറ്റും അപ്പോൾ പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, റെഡ് കളറുള്ള സാധനങ്ങളിലൊന്നും ഞാൻ പച്ചമുളക് ചേർക്കാറില്ല. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ പച്ചമുളക് ചേർത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ബീട്രൂട്ട് തോരനിലും ചീരത്തോരനിലൊക്കെ പച്ചമുളക് ചേർക്കുന്നവരുണ്ട്. അങ്ങനെ ചേർക്കുന്നവരുമുണ്ട്, ചേർക്കാത്തവരുമുണ്ട്. ഞാൻ ചേർക്കത്തില്ല. ഞാൻ ഇതാണ് ചേർക്കുന്നത് കേട്ടോ, മുളക് പൊടിയാണ് ചേർക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് വേവാനായിട്ട് വയ്ക്കുക. വെന്തതിന് ശേഷമാണ് ഞാൻ വെന്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കും കേട്ടോ. തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അത് ബാക്കിയും കൂടെ വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യും. അപ്പോഴേക്കും എൻ്റെ തോരൻ റെഡിയാവും കേട്ടോ. ഇതിൽ മീൻ വറുക്കാനുള്ള കുറച്ച് മീൻ വറുക്കാനുള്ള എണ്ണയും കൂടെ ഞാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 പീസ് മീൻ വറുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഉച്ചയ്ക്ക് ഞാൻ വറുത്തെടുത്തു കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ആ ലൈക്ക് ബട്ടണിലും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ അത് എനിക്ക് എൻ്റെ വീഡിയോസ് ഗ്രോ ചെയ്യാനായിട്ട് ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ, ഇങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട്സാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ അതൊരു വലിയ സപ്പോർട്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ എന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് താല്പര്യം എന്നുള്ള ഇതും കൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ എന്താ പറയുന്നത്, കുറേ വീഡിയോസ് എനിക്കറിയാവുന്നതല്ലേ ഞാൻ ഇടുകയുള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെയുള്ള വീഡിയോസ് കാണണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് കുറച്ചും കൂടെ ഹെൽപ്ഫുള്ളായിരിക്കും, കൂടുതലായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിപ്പോഴും ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റുന്നത്. അപ്പോൾ ഇനിയും മുന്നോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നു. അത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തരേണ്ട സപ്പോർട്ടെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ എനിക്ക് ചെയ്തു തരുന്നു പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.